എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വഖഫ് ബിൽ ഈ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കും എന്നാണ് ആദ്യം പുറത്തുവന്ന റിപ്പോർട്ട്. അതായത് JPCയുടെ റിപ്പോർട്ട് പാർലമെന്റിൽ സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ട് നവംബർ 29 പക്ഷേ അത് നീട്ടിക്കൊടുത്തു. അതായത് അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ, പാർലമെന്റിന്റെ അടുത്ത ബജറ്റ് സമ്മേളനം നടക്കുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലേക്കാണ്. ഈ വഖഫ് ബിൽ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ ഇതിനെ ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് BJP വഖഫ് ബില്ലിന്മേൽ രാഷ്ട്രീയം കളിക്കുകയാണെന്നാണ്. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വഖഫ് ബില്ല് കൊണ്ട് BJPക്ക് എന്തെങ്കിലും നേട്ടമുണ്ടായോ, BJP എന്ത് റിസ്ക് എടുത്തിട്ടാണ് വഖഫ് ബിൽ BJP പാസ്സാക്കേണ്ടത്, അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് മുനമ്പത്തേക്ക് തന്നെ വരാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വഖഫിൻ്റെ പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും നടക്കുന്നത് മുനമ്പത്താണ്, എറണാകുളത്തെ മുനമ്പത്താണ്. മുനമ്പം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം പാർലമെൻറ്റ് ലോക്സഭാ മണ്ഡലത്തിലാണ്. പിന്നെ അതുകൂടാതെ മുനമ്പങ്കാരുടെ MLA AN ഉണ്ണികൃഷ്ണൻ, അദ്ദേഹം ഒരു CPM പ്രതിനിധിയാണ്. അതായത് പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ BJPക്ക് എന്ത് രാഷ്ട്രീയ നേട്ടമാണ്? ഇപ്പോഴും ഒരു പഞ്ചായത്ത് ഇലക്ഷനോ ഒരു പാർലമെൻറ്റ് ഇലക്ഷനോ നടന്നു കഴിഞ്ഞാൽ ഇവർ കൂട്ടത്തോടെ BJPക്ക് വോട്ട് ചെയ്യോ? ഇല്ല, ആരും BJPക്ക് വോട്ട് ചെയ്യില്ല. എന്നിട്ടും BJP ഇന്ന് റിസ്ക് എടുക്കുന്നു. നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇവർ ജയിപ്പിച്ച് വിട്ട ആൾക്കാരാണ് ഇവരുടെ MLA ഇവരുടെ MPമാരും. ശരിക്കും ഒന്ന് CPM പ്രതിനിധിയും ഒന്ന് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്. നമുക്കാദ്യം CPMകാരുടെ, അതായത് MLAമാർ എന്താണ് ചെയ്തത് നമുക്കൊന്ന് പരിശോധിക്കാം. മുനമ്പങ്കാർ ജയിപ്പിച്ച് വിട്ട MLA AN ഉണ്ണികൃഷ്ണൻ, അതായത് അദ്ദേഹം കേരള അസംബ്ലിയിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും ഇവിടുത്തെ എല്ലാ പാർട്ടികളും 140 MPമാരും ഒരുമിച്ച് ഈ വഖഫ് ബില്ലിനെതിരെ പ്രമേയം പാസ്സാക്കി. അതായത് ഒറ്റക്കെട്ടായി. അതായത് കേരളത്തിൽ ഒരു ജനപ്രതിനിധിക്കും വഖഫ് ഭേദഗതി ബില്ല് ഇവിടെ വരേണ്ട. അതായത് അവർ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഭൂമികളൊക്കെ വഖഫ് കൊണ്ടുപോയിക്കോട്ടെ, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നിട്ടും നിങ്ങൾ അവരെ തന്നെ ജയിപ്പിച്ചു വിടുന്നു. മുനമ്പത്തിലെ ആൾക്കാരൊക്കെ അവരെ തന്നെ ജയിപ്പിച്ചു വിടുന്നു. BJPക്ക് എന്ത് രാഷ്ട്രീയ നേട്ടമാണ് വഖഫ് ബില്ല് കൊണ്ടുവന്നിട്ട്? അതായത് ഇത്തരത്തിലുള്ള ആൾക്കാർ വോട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഓരോ സ്ഥലങ്ങളായി പരിശോധിച്ച് കഴിഞ്ഞാൽ ആദ്യം മുനമ്പത്തെ കേസാണ് നമ്മൾ പറയുന്നത്. മുനമ്പത്ത് BJPക്ക് ഒരു വോട്ട് പോലും ഇവർ ചെയ്യില്ല. അവിടെ കൂടുതലും ലത്തീൻസ് കത്തോലിക്കരാണ് അവിടെ ഉള്ളത്. നമുക്കറിയാം ഇവരെ സമുദായത്തിൻ്റെ കൂടുതൽ ആൾക്കാർ തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ കേസ് നമുക്കറിയാലോ. അതായത് അവിടുത്തെ ഇവരുടെ നെറ്റോ പിതാവ് പരസ്യമായി പറഞ്ഞു, അതായത് ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് രാജീവ് ചന്ദ്രശേഖർ അവിടെ മത്സരിക്കുന്ന സമയത്ത് പരസ്യമായി പറഞ്ഞു, അതായത് BJP ഒരിക്കലും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത്. അതായത് ശശി തരൂർ കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് അവിടെ BJPക്ക് ഒരു വോട്ട് പോലും കിട്ടിയില്ല കേട്ടോ. അതായത് പലപ്പോഴും BJPക്ക് നഗരകേന്ദ്രിതമായ സ്ഥലത്ത് നിന്ന് ഒരു എഡ്ജ് കിട്ടുമ്പോൾ അതിനെ അവർ കവർ ചെയ്യുന്നത് ഈ കോസ്റ്റൽ ബെൽറ്റിലെ ഇവരെ ലത്തീൻ സമുദായ ആൾക്കാർ വോട്ട് കൊണ്ടാണ് BJPയെ എപ്പോഴും തോൽപ്പിക്കുന്നത്. അവർ ഒരാളും ഒറ്റക്കെട്ടായി, നമുക്കറിയാം നമ്മളിവിടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ മുസ്ലിങ്ങളെ കൂട്ടം ചേർന്ന് ഒരാളെ തോൽപ്പിക്കാൻ പറ്റും, ഒരാളെ ജയിപ്പിക്കാൻ പറ്റും. അവരൊറ്റക്കെട്ടാണ്. അവർ വിചാരിച്ചു കഴിഞ്ഞാൽ അവരെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവർക്കും വോട്ട് ചെയ്യുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പക്ഷേ അവരെക്കാട്ടും അതിതീവ്രമായി ചിന്തിക്കുന്ന ആൾക്കാരാണ് ഈ ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ. അവരൊരു പിതാവ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും അക്ഷരം പ്രതി അതുമാതിരി അനുസരിക്കും. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർ 90% ആൾക്കാർ ചെയ്യുമായിരിക്കും. ഒരു 10% ആൾക്കാർ, ചിലപ്പോൾ ഒരു 5% ആൾക്കാർ മാറി ചിന്തിക്കും. അതായത് സങ്കുചിത മനോഭാവം ഇല്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷേ ഇവരുടെ കേസ് അങ്ങനെയല്ല. ഇവരുടെ പള്ളിയിൽ നിന്നോ പിതാക്കന്മാർ ആർക്കും പറഞ്ഞു കഴിഞ്ഞാൽ മതി, അവർ ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി അവർ പറയുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണ് പലപ്പോഴും BJP തിരുവനന്തപുരം മണ്ഡലത്തിൽ ലോക്സഭാ മണ്ഡലത്തിൽ പരാജയപ്പെടാനുള്ള കാരണം. പലപ്പോഴും നമുക്കറിയാം കുമ്മനം തോറ്റിട്ടുണ്ട്, നമ്മുടെ രാജഗോപാൽ തോറ്റിട്ടുണ്ട്, രാജീവ് ചന്ദ്ര, ഇവരൊക്കെ തോൽവിക്ക് കാരണം ഈ കോസ്റ്റൽ ബെൽറ്റിൽ നിന്നുള്ള വോട്ടാണ്. പിന്നെ ഇവരൊന്നും ഒരു കാലത്തും BJPക്ക് വോട്ട് ചെയ്യുന്നില്ല. പിന്നെ എന്തിന് BJP റിസ്ക് എടുക്കണം? നമുക്ക് ഓരോ കാര്യങ്ങളായി ആദ്യം നമ്മൾ സംസാരിക്കുന്നത് ഈ മുനമ്പത്തെയും ലത്തീൻ സമുദായത്തിൽപ്പെട്ട ആൾക്കാരെ ആ ഒരു ബെൽറ്റിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഈ മേഖലയൊന്നും BJPക്ക് ഒരു ഗുണവുമില്ല. ഇവരൊക്കെ പറയുന്ന BJP റിസ്ക് എടുത്ത്, അതായത് നരേന്ദ്രമോദി റിസ്ക് എടുത്തിട്ട് ഈ ബില്ല് പാസ്സാക്കണം. എന്താണ് അതിൻ്റെ ന്യായം? എന്താണ്? നമുക്കറിയാം BJPക്ക് ലോകസഭയിൽ പാർലമെൻറ്റിൽ ഭൂരിപക്ഷമില്ല. 240 സീറ്റാണ് BJPക്കുള്ളത്. അതായത് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. BJPക്ക് രാജ്യസഭയിൽ ഭൂരിപക്ഷമുണ്ട്. പാർലമെൻറ്റിൽ BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷമില്ല. BJP ഭരിക്കുന്നത് നിതീഷിൻ്റെ JDയും ചന്ദ്രബാബു നായിഡു TDPയും ചേർന്നാണ് ഭരിക്കുന്നത്. നമുക്ക് ഈ രണ്ട് കക്ഷികളെ നമുക്ക് എങ്ങനെ BJPക്ക് എങ്ങനെ വിശ്വാസത്തിലെടുക്കാൻ പറ്റും? അതായത് നിതീഷ് കഴിഞ്ഞ ദിവസം ബീഹാർ അസംബ്ലിയിൽ അവിടുത്തെ പ്രതിപക്ഷമായ കോൺഗ്രസും RJDയും നടുക്കളത്തിൽ ഇറങ്ങിയിട്ട് ഭയങ്കര പ്രക്ഷോഭമായിരുന്നു. വഖഫ് ബിൽ പാസ്സാക്കാൻ വേണ്ടി നിതീഷിൻ്റെ ആൾക്കാർ അവിടെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് അവിടെ നടുക്കളത്തിൽ ഇറങ്ങി ബഹളം വെച്ചു. RJD കോൺഗ്രസ് MLAമാർ കളത്തിലിറങ്ങി ബഹളം വെച്ചു.
അപ്പോൾ ആ സമയത്ത് നിതീഷ് കുമാർ ചുമ്മാ കേട്ട് ചിരിച്ചിരിക്കുമായിരുന്നു. അതായത് അവർക്കും കൺഫ്യൂഷനാണ്. അവരും ഈ മുസ്ലിം വോട്ട് ബാങ്കിനെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ പല ആൾക്കാരും ജയിക്കുന്നത് പോലും, നിതീഷിനൊക്കെ പല ആൾക്കാരും ജയിക്കുന്നത് പോലും ഇത്തരം മുസ്ലിം വോട്ട് ബാങ്കിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ അവരും ചിന്തിച്ചു തുടങ്ങി. അതായത് അവർക്കും കൺഫ്യൂഷൻ ഉണ്ട്, നിതീഷിനൊക്കെ കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഈ വഖഫ് ബില്ലിൽ BJPയുടെ കൂടെ നിൽക്കണോ അല്ല ന്യൂട്രലായിട്ട് നിൽക്കണോ അല്ല അതിനെ എതിർക്കണോ എന്നൊരു കൺഫ്യൂഷൻ. അവർക്ക് ഇപ്പോഴും ഒരു സ്റ്റാൻഡ് വന്നിട്ടില്ല. അവരുടെ MLA മാരും MP മാരും ജയിച്ചു വരുന്നത് ഇത്തരം മുസ്ലിം ബെൽറ്റുകളിൽ നിന്നാണ്. അവർക്കും ലക്ഷ്യം മുസ്ലിം വോട്ട് ബാങ്ക് തന്നെയാണ്. അപ്പോൾ അവരെ വെറുപ്പിക്കാൻ പറ്റില്ല, അവർക്ക് ആ ഒരു വോട്ട് ബാങ്ക് കളയാൻ പറ്റില്ല. അപ്പോൾ നിതീഷും അങ്ങനെ ഒരു ഇരുമനസ്സോടെ നിൽക്കണം. അതായത് അത് ന്യൂട്രലായിട്ട് നിൽക്കണോ, അതിനെ എതിർക്കണോ, അതിനെ സപ്പോർട്ട് ചെയ്യണോ എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ. ഇനി ആന്ധ്രയിലോട്ട് വന്നു കഴിഞ്ഞാൽ TDPയുടെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അവർ ഇപ്പോഴും ഭരണത്തിലേറിയിരിക്കുന്നത് അവിടെ STP പോലുള്ള പാർട്ടിയുടെ പിന്തുണയുണ്ട്. അവർക്ക് ഒരുപാട് മുസ്ലിം വോട്ട് ബാങ്ക് അവർക്കുണ്ട്. അപ്പോൾ ഇതൊന്നും നഷ്ടപ്പെടുത്തി ഇവർ എന്താ പറയുക വഖഫ് ബില്ലിനെ അനുകൂലിക്കുന്നു ഒരിക്കലും പറയാൻ പറ്റില്ല. അതായത് BJP എന്ത് ധൈര്യത്തിലാണ് ഇവർ വിശ്വസിച്ച് BJP പാർലമെൻറ്റിൽ ഈ വഖഫ് ബില്ല് അവതരിപ്പിക്കേണ്ടത്, ഇത് പാസ്സാക്കിയെടുക്കേണ്ടത്? BJPക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് നോക്കാം, BJPക്ക് അതിൻ്റെ ആവശ്യമില്ല. പൊളിറ്റിക്കലി BJPക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. വഖഫിൻ്റെ പ്രശ്നം നിലനിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ BJPക്ക് യാതൊരുവിധ ഹോൾഡും ഇല്ല. നമുക്കറിയാം മുനമ്പം, പിന്നെ ചാവക്കാട്, വയനാട്, തളിപ്പറമ്പ്, ഇവിടുത്തെ ഒരാൾക്കാരും BJPക്ക് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ BJP എന്തിനോടോ റിസ്ക് എടുക്കണം? BJP എന്താണ് ഒരു സന്യാസ പാർട്ടിയാണോ? അവർ രാഷ്ട്രീയ പാർട്ടിയല്ലേ? അവർക്കും അധികാരത്തിന് വേണ്ടിയിട്ടാണ് അവർ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. അതായത് അവരൊരു സന്യാസം നയിക്കുന്ന പാർട്ടിയൊന്നുമല്ല. അമിത്ഷായും മറ്റേ നരേന്ദ്രമോദിയും സന്യാസിമാരും ഇവരൊന്നല്ല. അവർ രാഷ്ട്രീയക്കാരനാണ്. അവർ പല കളികൾ കണ്ടിട്ട് തന്നെയാണ് വന്നത്. ഗുജറാത്തിൽ പോസ്റ്റ് വോട്ട് ചേർന്ന ആളാണ് അമിത്ഷാ. അത് താഴെത്തട്ടിന്ന് പ്രവർത്തിച്ച് അവർക്കറിയാം രാഷ്ട്രീയം എങ്ങനെ കളിക്കണം. അപ്പോൾ BJP, അതായത് രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് വെച്ചാൽ വഖഫ് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്ന്. അതേടോ രാഷ്ട്രീയമായി ഉപയോഗിക്കും ഒന്നല്ല 100 വട്ടം ഉപയോഗിക്കും. BJPക്ക് ഗുണമുള്ള കാര്യമാണെങ്കിൽ BJP അത് ഉപയോഗിക്കും. അതായത് അതിനുവേണ്ടി ഇവിടെ കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതായത് ഇപ്പോൾ മുനമ്പംകാരോടെ ഇപ്പോൾ പോലും ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവരിപ്പോൾ ജയിക്കുന്ന കോൺഗ്രസിനോ കമ്മ്യൂണിസ്റ്റിനോ ജയിപ്പിച്ചു വിടും. അപ്പോൾ അവർക്ക് വേണ്ടി എന്തിനും BJP ഇത്ര റിസ്ക് എടുക്കണം? ഒരാവശ്യമില്ല. അതായത് BJPക്ക് ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതായത് BJPക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഇല്ല. അപ്പോൾ BJP റിസ്ക് ഫാക്ടർ എടുക്കേണ്ട ഒരു ആവശ്യവും BJPക്ക് ഇല്ല. BJPക്ക് പൊളിറ്റിക്കലി ഒരു ബെനിഫിറ്റും ഇല്ല. എൻ്റെ അഭിപ്രായത്തിൽ BJP ഇത് ഉറക്കെ പറയണം. അതായത് ഞങ്ങൾക്കിപ്പോൾ ബില്ല് പാസ്സാക്കാൻ സൗകര്യമില്ല എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ശരിക്കും അങ്ങനെയുള്ള ആർജവം BJPക്ക് കാണിക്കുക വേണ്ട. അതായത് ഇവർക്ക് പൊളിറ്റിക്കൽ ഒരു ബെനിഫിറ്റും ഇല്ല. ഈ തളിപ്പറമ്പൊന്നും ഈ എന്താ പറയുക ചാവക്കാട് നിന്നൊക്കെ BJPക്കാരും വോട്ട് ചെയ്യുമോ? എന്തൊരു കാലം, എത്ര വർഷമായി മറ്റേ തിരുവനന്തപുരത്ത് നിന്നൊക്കെ തിരുവനന്തപുരം ലോക്സഭാ ഇലക്ഷനിൽ തോൽക്കാൻ ഒന്നാം കാരണം ഈ ബെൽറ്റിലുള്ള വോട്ടുകളാണ്. അവരാരെങ്കിലും BJPക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ? പിന്നെ തമിഴ്നാട്ടിലോട്ട് വരികയാണെങ്കിൽ തിരുച്ചെന്തൂർ 1500 വർഷം പഴക്കമുള്ള ക്ഷേത്രഭൂമിയൊക്കെ ഈ വഖഫ് ക്ലെയിം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ DMKയുടെ ശക്തി കേന്ദ്രമാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാളും BJPക്ക് വോട്ട് ചെയ്യില്ല. പിന്നെ ഇവർ ഈ DMK ഒക്കെ വഖഫ് ബില്ലിനെതിരെയാണ്. പിന്നെ എന്തിനോടോ BJP ഇവിടങ്ങളിലൊക്കെ ഇവർക്കൊക്കെ സഹായിക്കാൻ വേണ്ടി വഖഫ് ബിൽ പാസ്സാക്കണം? ഒന്ന് പറഞ്ഞേ. എൻ്റെ ന്യായമായ ഒരു ഡൗട്ടാണ്. BJP എന്ത് പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ഈ വഖഫ് പാസ്സാക്കണം? രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഇല്ലാതാക്കുന്ന ഒരു തീരുമാനം എന്തിനെടുക്കണം? അതായത് അവർക്ക് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഇല്ലല്ലോ. എന്തിനാണ് ഒരു പൊളിറ്റിക്കൽ ക്രൈസിസ് വിളിച്ചു വരുത്തണോ? അതിനൊരു ആവശ്യമില്ല. ഇതേ ആൾക്കാർ വഖഫ് ഭീകരത വേണ്ട എന്ന് പറഞ്ഞ് ഈ തിരിച്ചെന്തൂരിലെ ആൾക്കാരൊക്കെ വോട്ട് ചെയ്യുന്നത് DMKക്ക്. ഈ DMK ആരാണ്? കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാണ്. ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയാണ്, ഒരു പ്രബല കക്ഷിയാണ്. ഇവരൊക്കെ പാർലമെൻറ്റിൽ വഖഫ് ബില്ലിന് എതിരെയാണ്. പക്ഷേ ഇവിടുത്തെ ആൾക്കാരൊന്നും ഒരു തരത്തിലും എന്താ പറയുക വഖഫിന് BJPക്കോ ഇവർക്കൊന്നും വോട്ട് ചെയ്യില്ല. പിന്നെ എന്തിനും BJP റിസ്ക് എടുക്കണം? BJP ഒരിക്കലും ഈ ബില്ല് പാസ്സാക്കരുത്, നീട്ടിക്കൊണ്ടുപോകണം. പറ്റുമെങ്കിൽ ഒരു 10-50 വർഷത്തോളം നീട്ടിക്കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ നമുക്കറിയാം ഇവർ ചോദിക്കുന്ന, അതായത് ഇവർ പറയുന്ന കാര്യം, അതായത് BJP പൊളിറ്റിക്കൽ ഗെയിം കളിക്കുന്നുണ്ട്, വഖഫിൽ കളിക്കുന്നുണ്ട് എന്നുള്ള ഒരു ക്ലെയിം കൊണ്ടുവരുമ്പോൾ അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിനകത്ത് മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും ഇല്ലേന്ന്. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു അട്ടിപ്പേരവകാശം BJPക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇന്ത്യയിൽ 18ഓളം സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്നുണ്ട്. ഈ ഓരോ സംസ്ഥാനത്തിലും അതായത് ഓരോ സംസ്ഥാനത്തിലും വഖഫിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ട അധികാരം അതത് സംസ്ഥാനങ്ങൾക്കുണ്ട്. അതായത് ഉത്തർപ്രദേശിൽ വഖഫ് ഒരു ലാൻഡിൽ ക്ലെയിം ചെയ്തു, എത്ര ഏക്കർ ലാൻഡിൽ ക്ലെയിം ചെയ്തു. അപ്പോൾ യോഗി അവിടെ എന്താ ചെയ്തത്? യോഗി വഖഫിൻ്റെ അടുത്ത് പറഞ്ഞു, ആദ്യം ഞാൻ നിങ്ങളുടെ ഭൂമിയൊക്കെ ഒന്ന് അളന്ന് തിട്ടപ്പെടുത്തട്ടെ, എന്നിട്ടാവാം ബാക്കി കാര്യങ്ങൾ. അതായത് അവിടെയുള്ള ഹിന്ദുക്കളുടെ കാര്യങ്ങൾ നോക്കാൻ അതത് സംസ്ഥാനത്ത് ഓരോ ആൾക്കാരുണ്ട്. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഹിന്ദുക്കളുടെ കാര്യം, ഓരോ പ്രശ്നങ്ങളും അതത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തി ഓരോ മുഖ്യമന്ത്രിമാർക്കും ഉണ്ട്. അപ്പോൾ അതൊന്നും ആലോചിച്ച് ആരും വിഷമിക്കേണ്ട. അതായത് BJP ഒരു സന്യാസ പാർട്ടി അല്ല. BJP അധികാരത്തിന് വേണ്ടി തന്നെയാണ് എന്താ പറയുക ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർക്കും പൊളിറ്റിക്കൽ ഗെയിം കളിക്കാൻ അറിയാം.
പിന്നെ അത് മാത്രമല്ല വഖഫ് ഇത് നീട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്തിന് BJP റിസ്ക് എടുത്തിട്ട് വേഗം പാസ്സാക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാലാൾ അറിയട്ടെ, ഈ കോൺഗ്രസ് ഈ രാജ്യത്തോട് ചെയ്ത ചതി നാലാൾ അറിയട്ടെ. അതായത് 1954 1995 പിന്നെ 2013 അവസാന കാലഘട്ടത്തിലാണ് വഖഫ് ഭേദഗതി ബിൽ ചെയ്തത്. ഇതിൽ എന്താ പറയുക, ഇതൊക്കെ വായിച്ച് കഴിഞ്ഞാൽ അതിൽ 2013 അവസാനം അമെൻഡ് ചെയ്ത ബില്ലിലെ കാര്യങ്ങൾ എഴുതി ചേർത്ത കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞ് ഈ കോൺഗ്രസ്സുകാരെയൊക്കെ ജനങ്ങൾ കെട്ടിയിട്ടടിക്കും. അപ്പോൾ എന്തിനാണ് ജനങ്ങളറിയട്ടെ ഇവർ ഓരോ കിരാത നിയമങ്ങൾ, ഇത്തരത്തിലെ കിരാത നിയമങ്ങൾ ഇതിലേക്ക് വന്നത് ആരാ കൊണ്ടുവന്നതെന്ന് ശരിക്കും ജനങ്ങൾ അറിയട്ടെ. അപ്പോൾ BJP ഒരിക്കലും ഈ ബില്ല് പാസ്സാക്കരുത്. ഇവിടുത്തെ ഈ കോൺഗ്രസിൻ്റെ രാജ്യത്തോട് ചെയ്ത ചതി ശരിക്കും ജനങ്ങൾ അറിയട്ടെ. ഇവരിപ്പോഴും കബളിപ്പിച്ച് നടക്കണം, ജനങ്ങളെ കബളിപ്പിച്ച് നടക്കുകയാണ്. അത് ജനങ്ങളെ ജനാധിപത്യം മതേതരത്വം എന്നൊക്കെ പറഞ്ഞത്, അതായത് വഖഫ് ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയിൽ മതേതരത്വം ഇല്ലാതാവും എന്നാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളും കോൺഗ്രസ്സൊക്കെ പറഞ്ഞു വരുന്നത്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വഖഫ് ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് നഷ്ടപ്പെടുക? ഒന്നും നഷ്ടപ്പെടില്ല. അത് ശരിക്കും ഇത് പാസ്സാക്കരുത്. BJP ഇവിടെ കാപട്യം ജനങ്ങളെ അറിയിക്കണം. കോൺഗ്രസ് ഈ രാജ്യത്തോടെ ചെയ്ത ചതി, അതായത് ഇന്ത്യ രാജ്യം ഒരു ഇസ്ലാമിക റിപ്പബ്ലിക് ആക്കാൻ വേണ്ടി കോൺഗ്രസ് ചെയ്ത ചതി ശരിക്കും രാജ്യത്തെ ജനങ്ങൾ ചർച്ച ചെയ്യണം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ അടുത്ത ബജറ്റ് സമ്മേളനത്തിൽ പോലും ഇത് പാസ്സാക്കരുത്. മോദിജിയോട് എൻ്റെ ഒരു വിനയാന്വിതമായ എൻ്റെ ഒരു റിക്വസ്റ്റാണ്, ഇതൊരിക്കലും പാസ്സാക്കരുത്. പിന്നെ BJP ആദ്യം പറഞ്ഞല്ലോ, BJP ഒരു സന്യാസ പാർട്ടിയല്ല, അവർക്കും കളിക്കാൻ അറിയാം. ശരിക്കും നന്നായിട്ട് കളിക്കാൻ അറിയുന്ന ആൾക്കാർ തന്നെയാണ് BJP. നിങ്ങളിനി എന്ത് അലിഗേഷൻ ഉന്നയിച്ചാലും, അതായത് BJP ഇത് പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോസ്റ്റ്പോൺ ചെയ്യണം, ആണോ ആണ്. അപ്പോൾ എന്താ ചെയ്യുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾക്ക് പറ്റില്ലല്ലോ, അതായത് BJPക്ക് നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ BJP സുപ്രധാന ബില്ലുകളൊക്കെ പാസ്സാക്കി തരണം, നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. അത് ഇവിടുത്തെ ന്യായമാണ്. നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറാതെ BJP ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇടപെടില്ല. BJPക്ക് അതിന് സൗകര്യമില്ല. നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും സൗകര്യമില്ല. ആ ഒരു ലൈനിൽ തന്നെയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം പോകുന്നത്. അവർക്കറിയാം എപ്പോഴെന്താ ചെയ്യേണ്ടതെന്ന് കറക്റ്റ് അറിയാം. അവരാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അതിൻ്റെയൊക്കെ ആശാന്മാരാണത്. അപ്പോൾ BJPക്ക് പൊളിറ്റിക്കൽ ബെനിഫിറ്റ് ഇല്ലാത്ത കാര്യം എന്തായാലും തൽക്കാലം ചെയ്യാൻ മനസ്സില്ല. ഇത്രമാത്രം ഈ വീഡിയോയിൽ പറയുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ, അതായത് ഈ വഖഫിൻ്റെ BJPക്കുള്ള പൊളിറ്റിക്കൽ ബെനിഫിറ്റ് എന്താണെന്നുള്ള കൂടുതൽ ഒരു വീഡിയോ നമ്മൾ അടുത്ത് തന്നെ ചെയ്യുന്നുണ്ട്. നന്ദി, നമസ്കാരം.